ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ 5 മണിക്കുള്ള സീനാണ്. രാവിലെ ബസ്സുകളൊക്കെ പോകുന്നത് കാണാം, കുട്ടികളെ വിളിക്കാനായിട്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ഡേ 9 ഓഫ് മൈ 14 ഡേയ്സ് ഡയറ്റ് പ്ലാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ സ്കൂളിൽ മോളെ കൊണ്ട് വിട്ടിട്ട് ഒരു 5000 സ്റ്റെപ്സ് അടുപ്പിച്ച് നടന്നു. മോർണിംഗ് ടീ സ്കിപ്പ് ചെയ്തു. രാവിലെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കഴിച്ചിട്ട് ഞാൻ നടക്കാൻ പോയതിന് ശേഷമാണ് ചിയാ സീഡ് വെള്ളം കുടിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് പ്രൈവറ്റായിട്ട് അയക്കുന്നുണ്ട്. നല്ല പ്രോഗ്രസ് ഉണ്ടോ, കണ്ടിട്ട് നേരിട്ട് കാണുന്നവരുണ്ടല്ലോ, അപ്പം കണ്ടിട്ട് വ്യത്യാസം തോന്നുന്നു, ഞങ്ങൾക്കും കൂടെ ടിപ്സ് പറഞ്ഞുതരും, എങ്ങനെ ചോറ് കഴിക്കാതിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം ചോറ് കഴിക്കാതിരിക്കുന്നത് അത്ര ഭയങ്കര വലിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്നത് ക്വാണ്ടിറ്റി കുറച്ചാലും മതി. ഇപ്പം നിങ്ങൾ ചോറ് ഇപ്പോൾ കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നെങ്കിൽ പോർഷൻ നന്നായിട്ട് കുറച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾസ്, തോരനോ മെഴുക്കുവരട്ടിയോ അങ്ങനെ കറികൾ കൂടുതൽ എടുക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഫ്രൂട്ട് ബ്രേക്സിനും നട്ട്സ് കഴിക്കുന്നതിന് ഇടയ്ക്കൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോറ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റില്ലെന്ന് വിഷമിക്കുന്ന ലേഡീസ് അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ടിപ്സുകളൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യുക, മെൻ്റലിയും ഫിസിക്കലിയും. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എഗ് സലാഡാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എഗ്ഗ് തന്നെയാണ്. കാര്യം നമ്മൾ എഗ്ഗിൽ അത്രയും പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമ്മളെ വയറും നല്ല ഫുള്ളായിട്ട് തോന്നുകയും ചെയ്യും. യു വിൽ നോട്ട് സ്റ്റാർവ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസ് അതിൻ്റെ ഒപ്പം കഴിക്കുന്നതും ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഈ സലാഡിൽ ഞാൻ ശകലം ഒരു ഒലിവ് ഓയിൽ, ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും പിന്നെ ഞാൻ കുറച്ച് പെപ്പറും ബ്ലാക്ക് പെപ്പറും സോൾട്ടും ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 11 AM ആയപ്പോൾ ഞാൻ ഫ്രൂട്ട്സിന് പകരം ഒരു 10 ആൽമണ്ട്സും കഴിച്ചു, ഒരു 3 വാൾനട്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഞാൻ ഒരു ഓട്സ് ദോശയും പിന്നെ ചെറിയ പോർഷൻ കേർഡും പിന്നെ ഒരു ബൗൾ നിറയെ മുരിങ്ങയില തോരനും പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ കുറച്ചുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയാണ് കഴിച്ചത്. മുരിങ്ങയിലയിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ്, ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും നല്ലതാണ്, ഡയറ്റിന് എടുക്കാൻ പറ്റിയ ഒരു സോഴ്സ് തന്നെയാണ്. ലീഫി വെജിറ്റബിൾസ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡയറ്റിന് നല്ലതാണ്. ഈവനിങ് ഞാൻ ചായ സ്കിപ്പ് ചെയ്തു, പകരം കുറച്ച് ഗ്രേപ്സ് മാത്രമാണ് കഴിച്ചത്. പിന്നെ ഡിന്നറിന് ഞാൻ ഒരു അരിദോശയും പിന്നെ അതോടൊപ്പം ടൊമാറ്റോ ചട്നിയുമാണ് കഴിച്ചത്. ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് എൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി 9 ഡേയ്സ് കഴിഞ്ഞു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.